ഓക്കെ, ടർഫ് യു ഐ നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. KVയുടെ 11 പ്ലേയേഴ്സ് സോണിൻ്റെ അകത്തും TJയുടെ ആരും സോണിൻ്റെ അകത്തില്ല. അവർ ഈ ഒരു സൈഡിൽ നിന്ന് എൻട്രി എടുക്കാനാണ് തോന്നുന്നു. ഓക്കെ, TJ ഈ ഒരു സൈഡിലോട്ട് എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൊമ്പാച്ചിൻ്റെ വണ്ടി അവിടെ ആ ഒരു ഏരിയയിൽ പോയി നിന്നിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ളവരുടെ ഒരു വണ്ടി ഇവിടെയും, അതേപോലെ TJയുടെ ബാക്കി 4 വണ്ടികൾ ഇവിടുന്ന് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് ഹിറ്റ്മാൻ നോട്ടീസ് ചെയ്തിട്ട് ഇല്ല. ഓ, TJയുടെ എല്ലാ വണ്ടിയും ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. അവർ 4 വണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അവർ സോണിൻ്റെ അകത്ത് അവരുടെ 11 പ്ലേയേഴ്സും കയറിയിട്ടുണ്ട്. സോ അവർ 4 വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ TJയുടെ ലാസ്റ്റ് മാൻ സ്മോക്ഡ് ബാബ്സ് വന്നിട്ടുണ്ട്. സ്മോക്ഡ് ബാബ്സ് മേ ബി ലാസ്റ്റ് വണ്ടി എടുത്ത് വരുന്നതായിരിക്കും. ഓക്കെ, TJയുടെ 4 വണ്ടികൾ അവിടെ ഹിറ്റ്മാനെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് TJ വേഴ്സസ് KVA എന്ന് പറയുന്ന ഒരു ടർഫാണ്. ടർഫിൽ TJയെ പല ആംഗിളുകളിൽ സ്പ്ലിറ്റ് ചെയ്ത് വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇൻഫോ എടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. എവിടെയൊക്കെ ആരൊക്കെ എത്ര പേർ എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാവുമോൻ സേവിയർ അവിടെ വെളിയിറങ്ങി റീലോഡ് സ്കിൻ അടിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സേവിയർ ഇപ്പോൾ തിരിച്ച് എന്തോ റേഡിയോ കോൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ കേട്ടില്ല. ഓക്കെ, സേവിയർ അവിടെ വണ്ടി മാറിയാണ് കയറിയിരിക്കുന്നത്. റാവുമോൻ ഒറ്റയ്ക്ക് വണ്ടിയിൽ പോയെന്ന് തോന്നുന്നു. ഈ വണ്ടി നമ്മൾ നോക്കിയാൽ അവരുടെ 3 പ്ലേയേഴ്സോളം ഉണ്ട്. നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ടർഫിൻ്റെ പേര് TJA വേഴ്സസ് KVA. അയ്യേ, ഈ കമൻട്രി ഈ മോഡ് വേണ്ട, വേറെ മോഡ് ഇടുന്നതോ? ഓക്കെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് TJ വേഴ്സസ് KVA എന്ന് പറഞ്ഞ ടർഫാണ്. കറന്റ് നമുക്ക് TJയുടെ പ്ലേയേഴ്സ് ഇവിടെ സൗണ്ടാകത്ത് കയറിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വണ്ടി മിസ്സിംഗ് ആണ്. അവരുടെ റാവുമോൻ ആണെന്ന് തോന്നുന്ന വണ്ടിയിൽ കറന്റ്. ഓക്കെ, ഇവിടെ ഒരു ഹോൺ അടി കേട്ടു. ഇത് ഹിറ്റ്മാൻ ആണ് ഹോൺ അടിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ചമ്മിപ്പോയി. നമ്മൾ TJയുടെ ഒരു വണ്ടിയാണെന്ന് കരുതിയാണ് ആ ഒരു ഏരിയയിലോട്ട് പോയത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ TJയുടെ 3 വണ്ടികൾ ഇപ്പോഴും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു റഷോ അല്ലെങ്കിൽ പുഷോ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ ഒരു ഏരിയയിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു വെടിവെപ്പ് സൗണ്ട് നമ്മൾ കേട്ടു. അത് എവിടെയാണ് എന്ന് മനസ്സിലാവുന്നില്ല. മേ ബി ഇവിടെ ഈ ഒരു ഏരിയയിലാണ് തോന്നുന്നു. റാവുവിൻ്റെ വണ്ടിയാണ് അവർ വെടിവെച്ച് പൊട്ടിച്ചിരിക്കുന്നത്. സോ അവിടെ അയ്യോ, ഇതെന്തുവാ? ഡൗൺ ആയിരുന്നു. ഇല്ല, എന്തു പറ്റി? പറഞ്ഞിട്ടോ വിസി വരാൻ പറ. ഓക്കെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, TJയുടെ ഒരു വണ്ടി സോണിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കോർട്ട്യാർഡിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് TJയുടെ ഒരു വണ്ടി വന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവരുടെ വണ്ടികളെല്ലാം ഈ ഒരു ഏരിയയിൽ നിന്ന് മൂവ് ചെയ്ത് ഓരോ പൊസിഷൻസ് എടുക്കാനുള്ളൊരു പരിപാടിയാണെന്ന് തോന്നുന്നു. നല്ലൊരു സ്പ്രേ ആൻഡ് ടാഗ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ പ്ലേയേഴ്സ് ഓക്കെ, സോൺ ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ആയിരിക്കുന്നത്. വാവ്, വാട്ട് എ മാർവലസ് സോൺ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ആ ഒരു സോൺ ഷിഫ്റ്റ്, ആദ്യത്തെ സോൺ ഷിഫ്റ്റ് TJക്കാണ് കിട്ടിയിരിക്കുന്നത്. മൊത്തത്തിൽ ആ ഒരു സോൺ ഷിഫ്റ്റായി TJയുടെ ഏരിയയ്ക്കാണ് വന്നിരിക്കുന്നത്. KVA എവിടെയൊക്കെ ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് കറണ്ട് സിനാരിയോയിൽ അറിയില്ല. TJA ഇവിടെ ഈ ബിൽഡിങ്ങുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഹിറ്റ്മാൻ ഈ ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ആർട്ട് ഗെയിമിംഗ് ബ്ലിപ്പ് ഓൺ ആക്കിക്കോളൂ ബ്രോ. ഓക്കെ ബ്രോ. ഇല്ല, നമുക്ക് വലിച്ചിടാൻ പറ്റത്തില്ല. അവൻ വേണമെങ്കിൽ വണ്ടി എടുത്ത് വരണം, അല്ലെങ്കിൽ ഇവര് പോയി വിളിച്ചോണ്ട് വരണം. അവൻ വണ്ടി എടുത്തോണ്ട് പോവായിരുന്നോ നാറി? ആണോ? ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ TJയുടെ പ്ലേയേഴ്സ് എല്ലാവരും ഈ ഒരു ബിൽഡിങ്സ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. KVയുടെ പ്ലേയേഴ്സ് എല്ലാം അവിടെയാണ് നിൽക്കുന്നത്. കറണ്ട് സിനാരിയോയിൽ എന്താണ് TJയുടെ പ്ലേയേഴ്സ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. TJയുടെ എല്ലാവരും ഈ ഒരു ഒറ്റ ബിൽഡിങ്ങിലോട്ട് ചുരുങ്ങാനാണോ എന്ന് നമുക്കറിയത്തില്ല. അവരുടെ പ്ലേയേഴ്സ് എല്ലാവരും ഈ ഒരു ബിൽഡിങ്ങിലും മറ്റൊരു ബിൽഡിങ്ങിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സോൺ ഔട്ട് ബിൽഡിംഗാണ് മിസ്റ്റർ കൊമ്പൻ. താങ്കളുടെ ഓക്കെ, സോൺ ഔട്ടിൻ്റെ ബിൽഡിങ്ങിലോട്ടാണ് കൊമ്പൻ കയറിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് അവരുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഈ ഒരു ബിൽഡിങ്ങിലും, അതേപോലെ ഒരാൾ മാത്രമാണ് ഈ ഒരു ബിൽഡിങ്ങിൽ നിൽക്കുന്നത്. TJയുടെ നിക്കിയാണ് നിൽക്കുന്നത്. KVയുടെ പ്ലേയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഈ ഒരു വൈറ്റ് ബിൽഡിങ്ങിൻ്റെ ഒരു ഏരിയയിലാണ് KVയുടെ പ്ലേയേഴ്സ് നിൽക്കുന്നത്. കറണ്ട് സിനാരിയോയിൽ ഇവിടെ നിന്ന് സുരേഷ് പാണ്ഡ്യൻ നല്ലൊരു സ്പ്രേ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇവിടെയുള്ള ഹിറ്റ്മാൻ്റെ വണ്ടിക്കാണെന്ന് തോന്നുന്നു ആ ഒരു സ്പ്രേ വരുന്നത്. ഓക്കെ, സുരേഷ് പാണ്ഡ്യൻ ഇവിടെ നിന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റാവു ആ ഒരു ആംഗിളിൽ വണ്ടിയായിട്ട് എത്തിയിട്ടുണ്ട്. റാവുമോൻ്റെ വണ്ടിക്ക് നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. അവിടെ റാവുമോൻ്റെ വണ്ടി അവിടെ ടാഗ് റാവുമോനെ പിക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നമുക്കറിയത്തില്ല. ബട്ട് ആ വണ്ടിക്ക് നല്ലൊരു ടാഗ് വന്ന് അവർ ആ ഒരു ഏരിയയിൽ നിന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്മോക്ഡ് ബാബ്സ്
സോണിൻ്റെ അകത്തോട്ട് എൻട്രി ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ബട്ട് ഓൾറെഡി KVA ആ ഒരു ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ ഒരു ഏരിയയിലോട്ട് കൊമ്പൻ എത്തിയിട്ടുണ്ട്. കൊമ്പൻ ഈ ഒരു ഏരിയയിലോട്ട് എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ സോണ് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. കൊമ്പൻ ഈ ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് കൊമ്പൻ എത്തിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ടീച്ചർ ബാക്കി എല്ലാ പ്ലേയേഴ്സും അവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, ലെഗസി ഈ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ആ ഒരു എഡ്ജിൽ നിന്ന് നല്ലൊരു സ്പ്രേ കവർ കൊടുക്കുന്നുണ്ട്. കേവിടെ പ്ലേയേഴ്സ് എല്ലാവരും ഇവിടെ ഈ ഒരു എഡ്ജിൻ്റെ സോണിൽ കേവിടെ പ്ലേയേഴ്സ് ഉണ്ട്. അതുപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിലാണ് ബാക്കിയുള്ള ടീച്ചർ എല്ലാ പ്ലേയേഴ്സും ഇരിക്കുന്നത്. മുകളിലും താഴെയും ഓരോ കോർണറുകളിലുമായിട്ടാണ് അവരിയ്ക്കുന്നതെന്ന് തോന്നുന്നു. അതെ, ഓക്കെ, TJ ആണ് അറ്റാക്ക് ചെയ്തത്. ഇവിടെ നമ്മുടെ സുരേഷ് പാണ്ഡ്യനും നിക്കിയും മാത്രമാണ് ഈ ഒരു ബിൽഡിങ്ങിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേഷ് പാണ്ഡ്യൻ നല്ലൊരു സ്പ്രേ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അവിടെ നിക്കിയും സ്പ്രേ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സ്മോക്ഡ് ബാബ്സ് വണ്ടിയായിട്ട് ഈ ഒരു കോർണറിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിഴാം, കൊമ്പൻ ആൻഡ് ക്യാപ്സറെ കളിക്കുന്നുണ്ട്. സ്മോക്ഡ് ബാബ്സ് ഈ ഒരു ഏരിയയിലൂടെ എത്തിയിട്ടുണ്ട്. കറൻ്റ് സ്മോക്ഡ് ബാബ്സിൻ്റെ ടയറുകളെല്ലാം സ്മോക്ഡ് ബാബ്സിന് നഷ്ടപ്പെട്ടില്ല. ഒരു ടയർ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. അവർ ഈ ഒരു സ്കേറ്റ് ബോർഡിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് വണ്ടി ഇട്ടിട്ടുണ്ട്. ഒരു നിശബ്ദമായ ടർഫാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. TJയുടെ 11 പ്ലെയർ സോണിൻ്റെ അകത്തുണ്ട്. KVയുടെ 12 പ്ലെയർ സോണിൻ്റെ അകത്തുണ്ട്. എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ, അവിടെ വിസാം അതേപോലെ തന്നെ ക്യാപ്സറെ ഇറങ്ങിയിട്ടുണ്ട്. സ്മോക്ഡ് ബാബ്സ് വണ്ടി ഇടിച്ച് വിസാമിനെ താഴെ ഇട്ടു. നല്ലൊരു സ്പ്രേ വന്നു. ഹിറ്റ്മാൻ്റെ വണ്ടി അവിടുന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ KVയുടെ ഇൻഫ്ലുവൻസ് കുറയുന്നത് KVയെ അറിയുന്നില്ല എന്ന് തോന്നുന്നു. അവരുടെ ഇൻഫ്ലുവൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇൻഫ്ലുവൻസ് കുറയുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ലെഗസി ഇവിടെ അനങ്ങാതെ നിൽക്കുവാന്നോ? ലെഗസി അവിടെ അനങ്ങാതെ നിൽക്കുവാണെന്ന് തോന്നുന്നു. ഓക്കെ, TJ നിക്കി അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ലെഗസീനെ. സുരേഷ്, നിനക്ക് ഇവിടെ ആരെങ്കിലും കാണുന്നുണ്ടോ? എനിക്ക് അവിടെ പച്ച അനങ്ങാണ്ടിരിക്കുന്നത്. ലെഗസി കത്തിപ്പോയെന്ന് തോന്നുന്നു. TJയുടെ 12 പേർ സോണിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ KVയുടെ ഇൻഫ്ലുവൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റാവു ഇവിടെ ആ 3 പേരുടെ വണ്ടി, അത് 3 പേരുടെ വണ്ടി ഒറ്റയ്ക്ക് ഇറങ്ങി മാസ് കാണിക്കാനാണ് നോക്കുന്നത്. അവിടെ 3 പേരെ ഒരുമിച്ച് ഇറങ്ങിയിരുന്നുണ്ടെങ്കിൽ മേ ബി അവിടെ റാവുമ്പോൾ ഡൗൺ ആയേനെ. റാവു ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു കാര്യം റാവു മറന്നുപോയെന്ന് തോന്നുന്നു. വാർച്ചാറ്റോ സോൺ കാണുന്നില്ല. T/6/38. ഓക്കെ, അൾട്രോൺ, സ്പൈഡ് ജോർഡ് ആൻഡ് ഹോക്കി ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മോക്ഡ് ബാബ്സിൻ്റെ വണ്ടി ഈ ഒരു കോർണറിലോട്ട് വരാൻ വേണ്ടി ശ്രമിച്ചു. ബട്ട് അവിടെ ഹിറ്റ്മാൻ്റെ വണ്ടിയുണ്ട്. റാവുമോൻ ഈ ഒരു കോർണറിൽ കളിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ലെഗസി അവിടെ കണക്ഷൻ ടൈമിൻ്റെ ഔട്ട് ആയിട്ടുണ്ട്. KVയുടെ ഒരു പ്ലെയർ കുറവാണ്. KVയുടെ ഇൻഫ്ലുവൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സ്മോക്ഡ് ബാബ്സ് ഈ ഒരു ഏരിയയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഹോക്കി റൈറ്റ് റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഹോക്കി വേഴ്സസ് സ്മോക്ഡ് ബാബ്സ്. സ്മോക്ഡ് ബാബ്സ് വേഴ്സസ് ഹോക്കി. ഹോക്കി ഡൗൺ. സ്മോക്ഡ് ബാബ്സ് അവിടെ ഹോക്കിനെ പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഹോക്കി അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഒരു 2 പ്ലെയർ കുറവായിട്ടാണ് ഇപ്പോൾ KV കറണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. റാവുമോൻ ഇവിടെ ബാക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. സ്മോക്ഡ് ബാബ്സ് പിന്നെയും അകത്തോട്ട് കയറിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാവു ഈ ഒരു ഏരിയ തന്നെ വീണ്ടും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നത്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് എങ്ങോട്ടാണ് എന്ന് നമുക്കറിയത്തില്ല. വെതർ 12. യെസ്, ഇൻസ്റ്റൻറ്റ്. പെട്ടെന്ന് കണ്ണടിച്ചു പോയില്ലോ ബ്രോ. ഇത് ബ്രോ ചെയ്യേണ്ടതാണ് ബ്രോ. എന്താണ് വെതർ ഫ്രീസ് ചെയ്യുന്നത് ബ്രോ? മറന്നുപോയി ബ്രോ.
ഓക്കെ, TJ സ്മോക്ഡ് ബാബ്സ് ഈ ഒരു ഏരിയയിൽ വണ്ടി കവറിട്ട് കളിക്കുന്നുണ്ട്. അവിടെ നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു KVAക്ക് സ്മോക്ഡ് ബാബ്സിനെ പിക്ക് ചെയ്യാൻ. ബട്ട് അവർക്ക് അതിന് സാധിച്ചില്ല. അവർക്ക് ഒരു പ്ലെയറിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് KVAക്ക് ഇപ്പോൾ കറണ്ട് സിനാരിയോയിൽ. KVA 1 ഡൗൺ ആൻഡ് ഒരു പ്ലെയർ കുറവാണ് കറൻ്റ്ലി. ബാക്കി TJയുടെ എല്ലാ പ്ലേയേഴ്സും എലൈവാണ്. സോ 10v12 ആണ് ഇപ്പോൾ മാച്ച്. ലെഗസി തിരിച്ച് കയറുന്നിടം വരെ KVA ലെഗസി തിരിച്ച് കയറുന്നിടം വരെ അവർക്ക് ഒരു പ്ലെയർ ഡൗൺ ആയിട്ട് KVAക്ക് കളിക്കണം. 10v12 ആണ് കറണ്ട് സിനാരിയോ മാച്ച്. കുറച്ച് സമയത്തിനുള്ളിൽ ഈ സോണ് KVAയിൽ നിന്ന് മാറി TJയിലോട്ട് മാറുന്നതായിരിക്കും. അവരാദ്യമേ തന്നെ കുറേ നേരം സോൺ ഔട്ടിൽ നിന്ന് കളിച്ച് അവരുടെ അറൗണ്ട് ഒരു 32% അവർ കളഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഓരോ പെർസെൻറ്റേജും 5 സെക്കൻഡാണ് എന്നുണ്ടെങ്കിൽ ഒരു 10% മാറാൻ 50 സെക്കൻഡ്, അതായത് ഓൾമോസ്റ്റ് 3 മിനിറ്റിന് പുറത്ത് KVAക്ക് ആദ്യം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ് ഓരോ ടർഫിലും. സോ എന്താണ് KVA ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ കൊമ്പൻ ആൻഡ് സ്മോക്ഡ് ബാബ്സ് ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ TJയുടെ ബാക്കി എല്ലാ പ്ലേയേഴ്സും ഈ ഒരു ബിൽഡിങ്ങിലാണ് കറൻ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വിസാം താഴെ കളിക്കുന്നുണ്ട്, ക്യാബ്സ് റേ ഈ റൈറ്റ് ആംഗിൾ കളിക്കുന്നുണ്ട്, അതേപോലെ തന്നെ റോബ് ലുച്ചി മുകളിൽ കളിക്കുന്നുണ്ട്. ഇപ്പുറത്തെ ബിൽഡിങ്ങിലുള്ള പ്ലേയേഴ്സ് എല്ലാവരും ഫോൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് നല്ലൊരു പിക്ക് കിട്ടിയതുകൊണ്ട് തന്നെ TJക്ക് ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് അവരുടെ മുന്നിലുണ്ട്. KVA തിരിച്ച് അവർ പിക്ക് എടുക്കാത്ത പക്ഷം അവർക്ക് TJക്ക് അഗ്രസീവായി കളിക്കേണ്ട ആവശ്യമില്ല. റാവ് 1 വണ്ടി എടുത്ത് ഈ ഒരു ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറൻ്റ് ഈ ഒരു ടർഫിൻ്റെ ഫുൾ ഇൻഫ്ലുവൻസ് സോൺ ഷിഫ്റ്റ് വീണ്ടും മാറി. ഈ ഒരു ബിൽഡിങ്ങിലോട്ടും ഈ ഒരു ഓപ്പൺ എയറിലോട്ടും മാത്രമായിട്ട് സോണ് ചുരുങ്ങാൻ പോവുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ. സ്പൈഡി ജോഡ് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ആ ഒരു കോർണറിലോട്ടാണ് സ്പൈഡി ജോഡ് പോകുന്നത്. ബട്ട് അത് വലിയൊരു മണ്ടത്തരമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. ബട്ട് TJ അവരാരും സ്പോട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. ഇവിടുന്ന് ബുള്ളറ്റ് എത്തുന്നില്ല അതേപോലെ, പക്ഷെ തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വരാനും ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇവിടെ എൻ്റെ അമ്മേ റോബ് ലൂച്ചിക്ക് നല്ല ടാഗ് വന്നു. ക്യാപ്സറെ ഈ ഒരു ആംഗിളിൽ നിന്ന് കവർ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിസാം ഈ ഒരു ആംഗിളിൽ നിന്ന് കവർ കൊടുക്കുന്നുണ്ട്. സ്പൈഡി ജോഡ് അവിടെ ചാവാനുള്ള എല്ലാ KV ഡ്രാക്കൺ ഡൗൺ. KV ഡ്രാക്കൺ അവിടെ വന്നിറങ്ങി. സ്മോക്ഡ് ബാബു എൻ്റെ കൊമ്പൻ ഈ ഒരു ആംഗിളിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ആംഗിളിൽ നിന്ന് നല്ലൊരു പിക്ക് ഓഫ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. വാസ്കോ അകത്ത് കയറി ഡൗൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കക്കാശി അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പല ഏരിയകളിലും TJ ആണ് ഓൾറെഡി ഇരിക്കുന്നത്. ആ ഒരു ബ്ലൈൻഡ് റഷ് വലിയൊരു മണ്ടത്തരമാണെന്ന് തോന്നുന്നു. സിദ്ധു ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. റയുസാക്കി അവിടെ KV റയുസാക്കി റാവുവിനെ പിക്ക് ചെയ്തു, പക്ഷേ സേവിയർ അവിടെ കക്കാശിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. മുകളിൽ നിന്നൊരു സിദ്ധു അവിടെ TJ സുരേഷ് മാലിനെ പിക്ക് ചെയ്തു. ബട്ട് നൈസ് സിദ്ധുവിന്റെ വക നൈസ് 2 പിക്ക്. ബട്ട് സിദ്ധു അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. നല്ല 2 കിടിലൻ പിക്കാ. ലോ HP-ലുള്ള ലാസ്റ്റ് മുകളിലുള്ള ആളെ കൂടെ നല്ലൊരു പിക്കാണ് സിദ്ധു അവിടെ എടുത്തു കൊടുത്തത് അവിടെ. പക്ഷെ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ KVAക്ക് സാധിക്കുമെന്ന് അറിയത്തില്ല. KVAയുടെ മിക്ക പ്ലേയേഴ്സും ഡൗൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ഹാർഡ് റഷിൽ. സോ എന്താണ് KVA ഇനി ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ബിൽഡിങ്ങിൽ TJയുടെ 2 പ്ലേയേഴ്സ് ഓൾറെഡി കളിക്കുന്നുണ്ട്. അടുത്തൊരു സോണ് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KVAയുടെ ലെഗസി ഇനി 5 പേരാണ് KVAയുടെ ബാക്കിയുള്ളത്. ലെഗസി ഇനിയും തിരിച്ചു കയറിയിട്ടില്ല. കില്ലീസ് നോക്കേണ്ടി വരുമല്ലോ. 1 2 3 4 പേര് TJയുടെ ഡൗൺ ആയിട്ടുള്ളൂ. അതേസമയം 1 2 3 ഹിറ്റ്മാൻ അവിടെ TJ നിക്കിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊമ്പൻ ആൻഡ് സ്മോക്ഡ് ബാബ്സ് നല്ലൊരു സ്പ്രേ അവർ ചെയ്യുന്നുണ്ട്. മുകളിൽ നിന്ന് ഡൊമിനിക് അവിടെ പിക്ക് ഓഫ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് റയുസാക്കിനെ. കാർലോ അവിടെ TJ ഹാർലോ ലൂയിസിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അതെവിടെ അത് പിക്ക് ഓഫ് ചെയ്ത്? ഹിറ്റ്മാന് നല്ല ടാഗ് വരുന്നുണ്ട്. അവിടെ സ്പൈഡി ജോഡ് അവിടെ നല്ലൊരു കവറാണ് കൊടുക്കുന്നത്. TJ സേവർ അവിടെ താഴെ കളിക്കുന്നുണ്ട്. മേളിൽ ഡൊമിനിക് കളിക്കുന്നുണ്ട്. കാർലോ ആർമർ അവിടെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൊമിനിക് അവിടെ പിക്ക് ഫയർ ചെയ്യാൻ ശ്രമിക്കുമെന്ന് തോന്നുന്നു, അറിയില്ല.
നല്ല നല്ലൊരു രണ്ട് പിക്കാണ് കെ വി തിരിച്ചെടുത്തത്. ഇപ്പോൾ 6 പിക്ക് ടി ജെയുടെ ഡൗൺ ആയിട്ടുണ്ട്. അതേസമയം കെ വിയുടെ 5 പ്ലേയേഴ്സാണ് ലൈവ്. സോ 6v5. ഓ സേവിയർ അവിടെ സോൺ ഔട്ടിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. സേവിയറിനെ അവർ സ്പോട്ട് ചെയ്തില്ലെങ്കിൽ ബാക്കിൽ നിന്നുള്ള ഫയറിൽ ഡൗൺ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റയുസാക്കി സേവിയറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. റയുസാക്കി വേഴ്സസ് സേവിയർ. റയുസാക്കി അവിടെ സ്പോട്ട്, ഡൊമിനിക് അവിടെ മുകളിൽ നിന്ന് അടിക്കുന്നുണ്ട്. ഹിറ്റ്മാൻ അവിടെ മുകളിൽ നിന്ന് കവർ കൊടുക്കുന്നുണ്ട്. സേവിയർ അവിടെ ഓൾറെഡി സ്പോട്ടഡ് ആണ്. ഹിറ്റ്മാൻ ഇപ്പോൾ അവിടെ ഡൗൺ ആവാനുള്ള ചാൻസ് കൂടുതലാണെന്ന് തോന്നുന്നു. അവിടെ ടിയുടെ വിസാം ആൻഡ് ക്യാപ്സറെ പുഷ് ചെയ്ത് വരുന്നുണ്ട്. സ്പൈഡി ജോണ്ട് നല്ല രീതിയിൽ ടാഗ് വന്നുകൊണ്ടിരിക്കുകയാണ്. സേവിയർ ഓൾറെഡി റയുസാക്കി സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സേവിയർ അവിടെ കയറി വരുന്നു. റയുസാക്കി അവിടെ കവർ കൊടുത്ത് ആ ഒരു പിക്ക് എടുക്കാൻ സാധിക്കുമോ അവർക്ക്? 3 പേരാണ് അടിക്കുന്നത് സേവിയറിനെ. സേവിയർ ലിറ്ററലി ലോ ആണ്. ആ ഒരു പിക്ക് ഓഫ് എടുക്കാൻ അവർക്ക് സാധിക്കുമോ? കാർലോ അവിടെ ആ ഒരു ഏരിയയിലോട്ട് ഓടുന്നുണ്ട്. ബട്ട് ബുഷിനകത്തിരിക്കുന്ന പ്ലെയറിനെ അവർ സ്പോട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. കെ വി ആ ഒരു പ്ലെയറിനെ സ്പോട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. ടി ജെ ക്യാപ്സറെ പുഷ് ചെയ്ത് വരുന്നുണ്ട് ഈ ഒരു ആംഗിളിൽ നിന്ന്. ക്യാപ്സറേക്ക് നല്ലൊരു ടാഗ് അകത്തോട്ട് കിട്ടുന്നുണ്ട്. ക്യാപ്സറെ ബാക്ക് ഓഫ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. സേവർ അവിടെ ഹീൽ ചെയ്തിട്ടുണ്ട്. ഡൊമിനിക് അവിടെ സ്പൈഡി ജോഡിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. കെ വിയുടെ സ്പൈഡി അത്രയും നേരം കവർ കൊടുത്ത സ്പൈഡി ജോഡ്, അതായത് അവരുടെ റൈറ്റ് ആംഗിൾ പുഷ് ഹോൾഡ് ചെയ്ത് അത്രയും നേരം അവിടെ നല്ല രീതിയിൽ അവിടെ സ്പൈഡി ജോഡ് കളിച്ചു. റയുസാക്കി അവിടെ ആ ഒരു പിക്ക് ഓഫ് എടുക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ആ ഒരു ബുഷിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. ബട്ട് അവർക്ക് കൺഫേം അല്ല എവിടെയാണ് ആ പ്ലെയർ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. കറൻ്റ്ലി കെ വിയുടെ 3 പ്ലെയേഴ്സാണ് എലൈവായിട്ടുള്ളതെന്ന് തോന്നുന്നു. 3 അല്ലേ? സ്പൈഡി ജോഡ് ഡൗൺ ആണ്. ഡ്രേക്കൻ ഡൗൺ ആണ്. കെ വിയുടെ 3 പ്ലെയേഴ്സാണ് എലൈവായിട്ടുള്ളത്. ടി ജെയുടെ അതേസമയം നമുക്ക് 1, 2, 3, 4, 5 പ്ലെയേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. സേവിയറിനെ നല്ല രീതിയിൽ റയുസാക്കി സ്പ്രേ ചെയ്യുന്നുണ്ട്. ബട്ട് ആ ഒരു പിക്ക് കെ വിക്ക് ഇനി കൺഫേം ആക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അവിടുന്ന് അവർ വണ്ടി എടുത്ത് പുഷ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. നല്ലൊരു സ്പ്രേ കാർലോയുടെ സൈഡിൽ നിന്നും കൊടുത്തിട്ടുണ്ട്. റൈറ്റിൽ നിന്ന് ക്യാപ്സ്റേ ആൻഡ് അതേപോലെ തന്നെ വിസാം പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഡൊമിനിക് മുകളിലുണ്ട്. 6 പേരാണ് ടി ജെയുടെ ലൈവ്, 3 പേരാണ് കെ വിയുടെ ലൈവ്. എന്താണ് ചെയ്യാൻ പറ്റുക? ലെഗസി കത്തിപ്പോയിരിക്കുകയാണ്. ഓക്കെ, ഡൊമിനിക് അവിടെ മുകളിൽ നിന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. നല്ലൊരു ടാഗ് സ്പ്രേ ഫ്രം ഹിറ്റ്മാൻ ഡൗൺ. ഡൊമിനിക് അവിടെ ഹിറ്റ്മാനെ പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. കെ വിയുടെ ലാസ്റ്റ് 2 പ്ലേയേഴ്സ്. ടി ജെ ഇപ്പോൾ ഒരു ഹാർഡ് റഷ്. മുകളിൽ നിന്ന് വീണ്ടും ഡൊമിനിക്കിന്റെ വക കാർലോയ്ക്ക് നല്ലൊരു ടാഗ്. കാർലോ റീലോഡ് സ്കിൻ അടിച്ചിട്ടുണ്ട്. സേവർ ഇപ്പോഴും ആ ഒരു ഏരിയ ഹോൾഡ് ചെയ്ത് കളിക്കുകയാണ്. കാർലോ അവിടെ ഹീൽ. ഓക്കെ, സേവർ കയറി വരുന്നു. റൈസാക്കി സേവറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാർലോ സേവർ അവിടെ കാർലോനെ പിക്ക് ഓഫ് ചെയ്തു. ലാസ്റ്റ് മാൻ റയുസാക്കി ഒറ്റയ്ക്ക്. ഓക്കെ, വിസാം അവിടെ റയുസാക്കിനെ ഫിനിഷ് ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ടർഫ് ടി ജി അടിച്ചെടുത്തിരിക്കുകയാണ്. കറൻ്റ്ലി 6 പേരാണ് ടി ജിയുടെ ലൈവ്. ഇവിടെ ഒരു പ്ലെയർ കത്തിപ്പോയിട്ടുണ്ട്. ആ പ്ലെയർ തിരിച്ച് വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ആ ഒരു പ്ലെയർ തിരിച്ച് വന്നിട്ടില്ല. സോ ടർഫ് ടി ജി അടിച്ചെടുത്തിരിക്കുകയാണ്. വെൽ പ്ലേഡ് ബോത്ത് ടീംസ്. 2 പേരും നല്ലപോലെ കളിച്ചു. ഡൈനാമിക് ചേംബർ ഹിൽസ് സ്റ്റോപ്പ്. ഓക്കെ, വാറൻ്റ് ആയിട്ടുണ്ട്. ടി ജിയുടെ പ്ലേയേഴ്സിനെ എല്ലാവരും ഇങ്ങോട്ട് ടാഗ് ചെയ്തിട്ടെ.